ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ മാത്രമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബദ്ധവൈരികളായ ഒരാളാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. പലപ്പോഴും ഇരു ടീമുകളുടെയും ആരാധകർ സോഷ്യൽ മീഡിയയിൽ പരസ്പരം ഏറ്റുമുട്ടാറുണ്ട്. തങ്ങളുടെ ആരാധക കൂട്ടായ്മയാണ് ഏറ്റവും വലിയ കൂട്ടമെന്ന് സ്ഥാപിക്കാനാണ് ഇരു ആരാധകരും സോഷ്യൽ മീഡിയയിൽ പോര് നടത്തുന്നത്. ഇപ്പോൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെയാണ് ഏറ്റവും മികച്ച ആരാധക കൂട്ടമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് മോഹൻ ബഗാൻ ആരാധകർ എല്ലാവരും. കടുത്ത മോഹൻ ബഗാൻ ആരാധകനും കൂടാതെ തന്നെ സ്പോർട്സ് പ്രൊഡ്യൂസറുമായ മൗര്യോ മൊണ്ടേലിന്റെ എക്സ് അക്കൗണ്ടിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഖത്തറിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യ ആദ്യ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട് നോക്കൌട്ട് പ്രവേശനം ലഭിക്കാതെ പുറത്തായിട്ടുണ്ടെങ്കിലും ഖത്തറിലെ മലയാളി ആരാധകർ ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ മത്സരത്തിന് വമ്പൻ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. ഖത്തറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധക കൂട്ടായ്മയായ മന്നപ്പടയുടെ കീഴിൽ ആവേശ തിമിർപ്പിലാണ് മലയാളികൾ എല്ലാവരും. ഇന്ത്യയുടെ ആദ്യ 2 മത്സരങ്ങളിലും ഗ്യാലറി കൈയടക്കിയവരിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെയായിരുന്നു. ഇത്തരത്തിൽ ഖത്തറിലെ ഇന്ത്യ ആരാധകരുടെ ആഘോഷത്തിന്റെ വീഡിയോയിൽ പ്രമുഖ കായിക മാധ്യമമായ 19 സ്റ്റോപ്പേജ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 19 സ്റ്റോപ്പേജ് പുറത്തുവിട്ട ഈ ഒരു വീഡിയോ ആണ് മോഹൻ ബഗാൻ ഫാനും സ്പോർട്സ് പ്രൊഡ്യൂസറുമായ മൗര്യോ മൊണ്ടേൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരളത്തിലെ മലയാളി ആരാധകരാണ് ഏറ്റവും മികച്ചത്. മലയാളികൾ എന്നും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരാണ്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും ഇദ്ദേഹത്തിന്റെ വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ നായകനായ സുനിൽ ഛേത്രിയുടെ പകരക്കാരനാകാൻ കഴിയുന്ന താരങ്ങളിൽ ഒരാൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലാണെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഈഗോൾ സ്റ്റിമാച്ച് ഇപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇന്ത്യൻ ദേശീയ ടീമിൽ സുനിൽ ഛേത്രിയുടെ പകരമായി മുന്നോട്ട് വരാൻ കഴിയുന്ന താരങ്ങളിൽ ഒരാളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കളിക്കുന്ന യുവതാരങ്ങളിൽ ഒരാളെന്ന് ഈഗോൾ സ്റ്റിമാച്ച് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കുന്ന ഇഷാൻ പണ്ഡിത എന്ന താരത്തിനെ കുറിച്ചാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സ്റ്റിമാച്ചിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. സുനിൽ ഛേത്രിയുടെ പകരക്കാരനാകാൻ കഴിയുന്ന താരങ്ങളിൽ ഒരാളാണ് ഇഷാൻ പണ്ഡിത എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സുനിൽ ഛേത്രി ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഛേത്രിയുടെ സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന ഒരു താരമാണ് ഇഷാൻ പണ്ഡിത. ഇങ്ങനെയായിരുന്നു പരിശീലകന്റെ വാക്കുകൾ. അതേസമയം AFC ഏഷ്യൻ കപ്പിൽ എത്താനുള്ള ആദ്യത്തെ 2 മത്സരങ്ങളും പരാജയപ്പെട്ട ഇന്ത്യക്ക് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാനുള്ള സാധ്യതകളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതായാലും ഏറ്റവും മികച്ച 3ാം സ്ഥാനക്കാരായി മുന്നേറാനാവുമോ എന്ന സാധ്യതകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ടീം. ഏതായാലും സുനിൽ ഛേത്രി ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ സുനിൽ ഛേത്രിക്ക് ഒരൊറ്റ പകരക്കാരനാവാൻ ഇഷാൻ പണ്ഡിതക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം, ISLലെ ഈ ഒരു 10ാം സീസണിൽ ഏറെ പ്രതീക്ഷകളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിൽ പറന്നിറങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ആരാധകരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ട്രോഫി എന്ന സ്വപ്നത്തിനെ സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ കാണാനാവുമെന്ന്. എന്നാൽ ഏറെ പ്രതീക്ഷകളും ആകാംക്ഷകളുമായി കാത്തിരുന്ന ആരാധകരെ വളരെയധികം നിരാശരാക്കിക്കൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ പ്രകടനങ്ങളെല്ലാം. വിജയം പ്രതീക്ഷിച്ച മത്സരത്തിൽ ജംഷഡ്പൂരിനോട് അപ്രതീക്ഷിതമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് തോൽവി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തോൽവിയോടെ സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ നിന്നും പുറത്തായ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ്. ഇതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടി കിരീടം നേടുവാൻ വളരെയധികം ആഗ്രഹിച്ച പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ബ്ലാസ്റ്റേഴ്സിലെ ലക്ഷ്യവും നിലവിൽ നീളുകയാണ്. ഇനി ഈ ഒരു 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടത്തിന് വേണ്ടി പോരാടേണ്ടത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഷീൽഡ് ട്രോഫിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടത്തിനും വേണ്ടിയാണ്. പക്ഷേ ശക്തരായ എതിരാളികളെയും കടുത്ത വെല്ലുവിളികളെയും എല്ലാം മറികടന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു കിരീടം നേടാനാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചെറിയൊരു കാര്യം പറയാം. നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന 93% ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.